ആവണി ആ ദാ വരുന്നു. വാടി. ഓ ഞാനിതൊന്ന് ഇട്ടോട്ടെ. ആവണി ഇത് കുടിച്ചിട്ട് പോ. അമ്മ എനിക്ക് സമയമില്ല. നീയേ പാലെ കുറിച്ച് പതുക്കെ വന്നാൽ മതി. എനിക്ക് അടിപ്പിക്കാൻ പോണതാ. എടാ പോവല്ലേ എടാ പക്ഷെ നിക്ക് പോവല്ലേ. നിങ്ങളുടെ രണ്ടാളുടെയും തമ്മത്തല്ല് ഇതുവരെ തീർന്നില്ലേ? നിനക്ക് കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ ആവണി? അച്ഛൻ എന്നെ ജംഗ്ഷൻ വരെ ഒന്ന് കൊണ്ടാക്കി തരോ? വാ കേറ്, എന്നും തന്നെ പരിപാടി. അതെ ഇത്തിരി പതുക്കെ പോയാ മതി. എന്റെ പൊന്നു കൃഷ്ണവേണി, ഒരു വഴിക്ക് മുമ്പ് പുറകേന്ന് വിളിക്കല്ലേ. നിങ്ങളുടെ രണ്ടുപേരുടെ വഴക്ക് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോവാൻ. അച്ഛൻ വണ്ടി എടുക്ക്. Come on, get up. 5 മണി. 5 മണിക്ക് ശേഷം ഇവിടെ ഉറക്കം പാടില്ല. Got it? I am very strict. കേട്ടല്ലോ? ആ എന്തൊക്കെയുണ്ട് ചാമ്പ്യൻ? യൂണിഫോമിൽ ഇങ്ങോട്ട് ഇരിക്കും. ഡ്യൂട്ടിക്കിടയിലും ഞങ്ങൾ പോലീസുകാർക്ക് യൂണിഫോം ധരിച്ചല്ലേ പറ്റൂ. എടാ ഞാനെന്തിനാ വന്നതെന്ന് നിന്റെ അടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവന്മാർ 2-3 മാസം എടുക്കും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങാൻ. ദേ ഇതുവരെ അവന്മാർ കേസോ പരാതിയോ ഒന്നും തന്നിട്ടില്ല. പക്ഷേ പോലീസുകാരായ ഞങ്ങൾക്ക് അന്വേഷിച്ചല്ലേ പറ്റുള്ളൂ. പോലീസ്? അതെ പോലീസ്. ഇതൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഇവിടെ പോലീസും കോടതിയും നിയമങ്ങളൊക്കെ ഉള്ളത്. നീ എന്തിനാ ആവശ്യമില്ലാത്തതിലൊക്കെ കയറി ഇടപെടണേ? അവന്മാര് നിനക്കെതിരെ കേസ് തരാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് നീ ഒരു പരാതി എഴുതി എനിക്ക് താ. അതെങ്ങനെ ശരിയാം വിജയ്? അവന് കിട്ടേണ്ടത് അവന് കിട്ടി. പിന്നെ അവളെ കൊണ്ടൊരു പരാതിയും കൊടുപ്പിച്ച് 4 ദിവസം അതൊരു വാർത്തയാക്കി അത് സോഷ്യൽ മീഡിയ മുഴുവൻ ആഘോഷിച്ച് അവളെ ഒരു ഇരയാക്കി കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മം. ആ ബെസ്റ്റ്. നീ ചെയ്ത് ഇതുപോലെ പബ്ലിക് ഏറ്റെടുത്ത് ചെയ്താലുള്ള അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമോ? നിനക്ക് കോഴിക്കോടുള്ളൊരു ശിവദാസനെ ഓർമ്മയുണ്ടോ വിജയ്? സ്വന്തം മോളെ പീഡിപ്പിച്ചൊരുത്തനെ പള്ളക്കേറിട്ട് ജയിലിൽ പോയൊരു ശിവദാസനെ. എന്നെ പോലെ പലരും ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പോലീസുകാർ ഇതിലേക്ക് വേണ്ട. നിന്നോടൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ഞാൻ പോവാണ്. ആ പിന്നെ അവന്മാര് കയ്യും കെട്ടി വെറുതെ ഇരിക്കുന്നു ഓർക്കണ്ട രഘുവരൻ നീ. ഇതാണ് എന്റെ സാമ്രാജ്യം. ഇതും പറഞ്ഞാൽ എന്നെ കുറെ ലേറ്റ് ആക്കിയത്. നീ വന്നേ, എനിക്കിന്ന് 2 പേരെ പൊക്കണം. വാ അജയ് ഒന്ന് പെട്ടെന്ന് വാടാ. എന്താ നമ്മളെ പൊക്കാനെ മാസ്റ്റർ വന്നേക്കുന്നത്? ഇന്നലെ ഗ്രൗണ്ടിൽ നടന്ന എല്ലാം അറിഞ്ഞിട്ടുണ്ട്. നിക്കടാ ഞാനും വരുന്നുണ്ട്. നീ ബസ്സിന് വാ, ഞങ്ങൾക്ക് കുറച്ച് പരിപാടി ഉണ്ട്. സന്ദീപേ നിക്കടവിടെ. അയ്യോ ഇതാര് മാസ്റ്ററോ? ഞങ്ങളിപ്പോ മാസ്റ്ററെ കാണണം എന്ന് വിചാരിച്ചേ ഉള്ളൂ. അല്ലേടാ? മാസ്റ്റർ മിസ്സും ഒരു ഹണിമൂണിൽ പോയില്ലല്ലോ എന്നൊരു പരാതി കേൾക്കുന്നുണ്ടോ? ഹണിമൂണിന് പോണോ കാശിക്ക് പോണോന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ ഇന്നലെ അപ്പുറത്തെ പറമ്പിൽ വെള്ളം അടിച്ച് അലമുണ്ടാക്കി കേട്ടല്ലോ. ഞാനോ? ഞങ്ങളോ? നീ വെള്ളം അടിക്കോടാ? ഇല്ലെന്ന്. ദേവി ഇത് ആരാ പറഞ്ഞു വരുത്തുന്നേ? ഈ നിൽക്കുന്ന പെങ്ങളാണ് സത്യം. ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ എവളുടെ തല പൊട്ടി തെറിച്ചു പോട്ടെ. ദൈവമേ എന്റെ തല. ഇനി മേലെ ഇങ്ങനെ എന്തെങ്കിലും എന്റെ ചെവിയിൽ എത്തിയാ നിന്റെയൊക്കെ നിക്കറെ മുളിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. ഓർത്തോ കേട്ടാ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ചുമ്മാ ആ കുട്ടികളോട് ഇങ്ങനെ പറയാൻ. ഇതെന്റെ പിള്ളേരല്ലടാ, വേറെ ആരോട് പറയാനാ? അവന്മാരൊന്നും എനിക്ക് അങ്ങനെ കളയാൻ പറ്റില്ല. രണ്ടും പഠിച്ച കള്ളന്മാരാ.
എടാ നമ്മുടെ മാസ്റ്റർ എങ്ങനെ എല്ലാ കാര്യവും അറിയണേ? ഇതവളാ ആര്? എന്റെ പൊന്നാര പെങ്ങൾ ആവണി. അവളല്ലാതെ വേറെ ആരും ഇത് പറയൂല. അവളോ? അവൾ പാവാടാ. പാവം തേങ്ങാകൊല. അവൾ എന്നോടുള്ള കലിപ്പ് തീർക്കാൻ വേണ്ടിട്ടാ ഈ പണിയല്ലോ ഒപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവളെ പറയുമ്പോ നിനക്കെന്താ എത്ര പൊള്ളല്? എടാ അങ്ങനെയല്ല, അത് അവൾക്ക് നിന്റെ അടുത്തൊരു ദേഷ്യമല്ല. നിനക്കറിയാം. പറ 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 പറ. അപ്പൊ ഞാൻ ആര് പൊട്ടനാ? എടാ അങ്ങനെയൊന്നും ഇല്ല. എടാ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇത് അതെനിക്കുണ്ട്. എടാ നീ എന്തൊക്കെയാ പറയണേ? അങ്ങനെയൊന്നും ഇല്ല. മൈത്താണ്ടി, നിന്നെ പോലെ എന്റെ എല്ലാ തരിയുടെ അറിയാവുന്ന ഒരുത്തരം തന്നെ വേണം അവ കേട്ട. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. കേട്ടടാ അളിയാ. എന്നാ ഒന്നോട് ആഹാ, ഇത് എന്നും ഉണ്ടോ? എൻ്റെ മാസ്റ്ററെ, വീട്ടിലെത്തുമ്പോഴെങ്കിലും ഒന്ന് മാറ്റി വെച്ചൂടെ? ഇതൊന്നും ഒഫീഷ്യൽ അല്ല, ഓൺലി പേഴ്സണൽ. ആണോ? എന്റെ ഉള്ളിലെ പല കാര്യങ്ങളും നിന്നോട് പറയും പോലെ ദാ ഇതിനുള്ളിലും സേഫ് ആയിരിക്കും. ചെറുപ്പത്തിലുള്ള ശീലമായി പോയി. അതെ, കല്യാണത്തിന് മുമ്പുള്ള പല ശീലങ്ങളും സ്വാഭാവികമായിട്ടും കല്യാണത്തിന് ശേഷം ഒന്ന് മാറ്റണം. അതെ, നിനക്കറിയാലോ, എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒറ്റ ദിവസം കൊണ്ടോ ഒരു കല്യാണം കഴിച്ചതുകൊണ്ടോ അതൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അതെ, ഇനി എനിക്കറിയാത്ത എന്തെങ്കിലും രഹസ്യം ഇതിലുണ്ടോന്നൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. എത്രയാ? 4000. 2000 ആവും. ഇന്ന് പോടാപ്പാ, എനിക്ക് വേറെ പണിയുണ്ട്. നീ ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, നാളെ സെറ്റ് ആക്കി തരാം. നിന്റെ കയ്യിൽ 4000 ഉണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനെ അങ്ങ് പോയാലോ? നായിന്റെ മോനെ, നീ ആരാന്നാടാ നിന്റെ വിചാരം? ജഡ, നിന്റെ ഒക്കെ വെളച്ചിലൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. ഞങ്ങൾക്ക് യൂണിയൻ ഉള്ളതാ. കാണിച്ചറടി. കാണാം. ഓരോരുത്തന്മാരും മനുഷ്യന്റെ ഓരോ ദിവസം കളയാനായിട്ട്. നല്ല കിട്ടിയില്ലേ? നല്ല കാര്യം ഉണ്ടായിരുന്ന ചങ്ങയ്യേ. എത്രയാ? 4000 ഉണ്ടോ? നോക്കണം. പയ്യനവിടെ തൂക്കിട്ടാ സിഗരറ്റ്. എന്നാ വാ. എന്തുകൊണ്ട് കാണിക്കണേ? നിന്നോടാ പറഞ്ഞത്. നേരത്തെ എത്ര കൊടുക്കാന്ന് പറഞ്ഞ്? 2000. എന്നാ വന്നിട്ട് കയറിക്കോ. എന്നാ കയറിക്കോ.
അനിലേ ഇന്നലെ കണ്ടില്ലല്ലോ. നീ ഇന്നലെ എവിടെയായിരുന്നു? എന്റെ തന്തിയും തള്ളിയും കൊണ്ട് നാക്കിലോടെ ഇവിടെ അങ്ങേരൊരു ചൊറയടാ. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? നമുക്ക് നോക്കാം. പരീക്ഷ എഴുതാൻ ഇങ്ങനെ തന്നെ. അയ്യോ നിങ്ങളുടെ താടി നീ എന്തിപ്പോ ഇത് കാണിച്ചേ? അവരെ കർമ്മയിലെ പിള്ളേരണ്ടാ, പണിയാവട്ടോ. അതെ. ഓടിക്കോ. എടാ വിട്ടോ 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 വിട്ടോ. അതെ നോക്കടാ. മതിടാ. കൊല്ലി ഞാൻ പോന്നി. പാടി നിന്നോടൊരു 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെൺപിള്ളേരാലേ കുറച്ച് അടക്കം ഒതുക്കം വേണമെന്ന്. അതെങ്ങനെയാ പെൺപിള്ളേരെ കളറിയും കരാട്ടയും പഠിക്കുന്നത്? വാശിയില്ല നിന്റെ അച്ഛന്? അതിനിപ്പോ എന്താ? ഒന്നും ഉണ്ടായിട്ടില്ല. നാട്ടുകാർ പറഞ്ഞ എന്താണെന്നറിയോ? ആ ഹരിയുടെ മോള് കണ്ട ആമ്പിള്ളേരായിട്ട് തല്ലുണ്ടാക്കി നടക്കാന്ന്. നോക്കട്ടെ അടി ഇനി തന്നെ മേലും നീ ആമ്പിള്ളേരായിട്ട് തല്ലുണ്ടാക്കി ഞാൻ അറിഞ്ഞ എന്നിട്ട് കളറിയും കരാട്ടൊക്കെ ഞാൻ നിർത്തും കേട്ടാ. അമ്മേനെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അമ്മ കിടന്ന് മോങ്ങുമായിരിക്കും. എന്നെ ആരെങ്കിലും തൊട്ടാലേ നല്ല ഇടി ഇടിക്കും. ഇനി ഇടിക്കും. വളർത്തു ദോഷം എന്നും പറഞ്ഞു ഞാൻ തന്നെ അനുഭവിക്കണല്ലോ ഈശ്വര. അച്ഛനും കണക്കാ മോളും കണക്കാ. എന്താടി അവനല്ലേ വൃത്തിയിട്ടവൻ? ഏത് വൃത്തിയിട്ടവൻ? അന്നെ കേറിച്ചവൻ.
ആര്? ഞാൻ എവിടെ പോയാലും ഇങ്ങനെ പല്ലിളിച്ച് ഇങ്ങനെ നിൽക്കും. അത്രേ ഉള്ളൂ. നിന്നെ പല്ലിളിച്ച് കാണിച്ചാൽ നീ പല്ലിളിച്ച് കാണിക്കണം. അല്ലെങ്കിൽ ഈ കണ്ട ചെക്കന്മാർക്ക് പല്ലിളിച്ച് കാണിക്കാനുള്ള ഒരു ഐസറായി. പോടാ, ഇവളൊരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണോ പറയണേ? അയ്യോ നീ പറയട്ടെ. നീ അവന്റെ കൂടെ കൂടി എന്നെ കളിയാക്കാല്ലേ? നിങ്ങളോടൊക്കെ പറഞ്ഞ എന്നെ വേണം പറയാൻ. സീരിയസാ? ആ സീരിയസ് ആണ്. എനിക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. നീ ഇവിടെ തള്ളം കിട്ടിരുന്നോ? എനിക്കേറെ പണിയുണ്ട്, ഞാൻ പോവുക. ഒന്ന് പോടാ. പോവല്ലേ? പിന്നെ പൊക്കോടാ പൊക്കോ. എന്റെ ഒരു ആവശ്യം വന്നപ്പോ ഒരുത്തനുമില്ല. നിന്റെയൊക്കെ ഓരോ ആവശ്യത്തിനും കൂടെ നിന്നതാ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായി. നിന്റെ ഒടുക്കത്തെ പോക്കാടാ. ഇടി ഇങ്ങനെ പറയല്ലേ, നിന്റെ ചേട്ടനല്ലേ? ചേട്ടനോ? ദുഷ്ടൻ. പിന്നെ മറ്റവന്റെ കാര്യം അത് ബാക്കി ഞാൻ നോക്കോളാം. എനിക്കതിന്റെ സഹായം ആവശ്യമില്ല. ഇളിക്കല്ലേ. എന്റെ ചേട്ടനായ അവനില്ലാത്ത സ്നേഹം നിനക്കുണ്ടാവില്ലല്ലോ. ഞാൻ പോവാ. ഉറപ്പല്ലേ? എന്താടാ? ഇവിടെ 4 മണിയാകുമ്പോൾ ക്ലാസ് കഴിയും. പിന്നെ അവർ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ഇതൊന്നും അന്വേഷിക്കലല്ല ഞങ്ങളുടെ പണി. ഏതേലും കൂട്ടുകാർ വീട്ടിൽ പോയതാവും. സാറേ, അവരുടെ 1.5 ലക്ഷം പേര് എങ്ങും പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങള്. എന്ത് പറഞ്ഞാലും എങ്ങനെ? ഞാനാണ് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നേ. നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? എന്റെ മോളെ ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ വിട്ടതല്ലേ. നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ? ആഹാ, കുട്ടിയെ വളർത്തുമ്പോൾ നിങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. വഴി കിടന്ന് തല്ലുവിടുക, പോകുന്നവരുടെ മേക്കിട്ട് കയറുക. പിന്നെ കുട്ടി വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഇവിടെ വന്ന് കാണിക്കുന്നത്. ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ പോയി അന്വേഷിക്കും. എന്റെ കൊച്ചിനെ കുറിച്ച് പറഞ്ഞാണ്ടല്ലോ, അവൾ എവിടെ പോയാലും എന്ത് ചെയ്താലും എന്നോട് വന്ന് പറയും. അതാ ശീലം. പിന്നെ സാറ് പറഞ്ഞത് ശരിയാ. പറയേണ്ട സ്ഥലത്ത് പറയാനും ചോദിക്കേണ്ടത് ചോദിക്കാനും അങ്ങനെ തന്നെ ഞങ്ങൾ അവളെ വളർത്തിയത്. എന്നാ ശരി സാറേ. അതെ, സോറി. നിങ്ങളുടെ ഇമോഷൻ എനിക്ക് മനസ്സിലാവും. ഞാൻ എന്താ ചെയ്യേണ്ടത്? പോലീസിനെ അറിയിക്കാം, SI വിളിച്ചു പറയാം. അത് പറയാൻ സാറിന്റെ ആവശ്യമില്ല. എന്റെ മോളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഓരോ ഉപദേശമായിട്ട് വരും. നീ വാ മോനെ. ശരി സാർ. നിന്നോട് പറയണം. അഴിച്ചുവിടാ. അഴിച്ചുവിടാൻ. നീ എന്നാ ചെയ്യാൻ പോകുന്നേ?
ചാക്കും പന്നി. പോകാറാ ഇത് മോളോടാരാ പറഞ്ഞത്? ഞാനിവിടെ വന്നതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ?
അതാ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവനെ കാണാൻ പോകുന്നതിന് മുമ്പ് MLA കൊണ്ട് വിളിപ്പിച്ചത്. ഞാൻ അറിഞ്ഞിടത്തോളം അനിലിനെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊരു പെങ്കൊച്ചിന്റെ ജീവിതമാണ്. നിങ്ങളായിട്ട് ഒത്തീർപ്പാക്കി ഒന്നിലേക്കും ഞാൻ ഇടപെടുന്നില്ല. ഈ മിസ്സിംഗ് കേസുമായിട്ട് എന്തെങ്കിലും ബന്ധം അനിലിനുണ്ടെങ്കിൽ പിന്നെ വകുപ്പൊക്കെ അങ്ങോട്ട് സാറേ, ഈ പെൺകുട്ടിയുമായിട്ടുള്ള പ്രശ്നം പാപ്പൻ വിളിച്ചു പറഞ്ഞിരുന്നു. അന്ന് തന്നെ അവനുള്ള ശിക്ഷയും കൊടുത്തു. പാപ്പന്റെ അടുത്ത് ഇവന്റെ വെളച്ചിലൊന്നും നടക്കില്ല സാറേ. സാറേ, സംശയമുണ്ടെങ്കിൽ ക്യാപ്റ്റനുമായിട്ട് ഒന്ന് സംസാരിച്ചു നോക്ക്. പിന്നെ പിള്ളേരല്ലേ, അല്ലറ ചില അടിപൊളിയെ കാണും. അതൊന്നും വലിയ കാര്യമല്ല. ശരിയെന്നാ സാറേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി സാറിന് ഇങ്ങോട്ട് വരേണ്ടി വരത്തില്ല. സാറിന് വേണ്ടത് MLA അങ്ങ് എത്തിച്ചോളൂ. ഡോ, ഞാൻ ഈ സിവിൽ ഡ്രസ്സിൽ ഇവിടെ വന്നതും മര്യാദക്ക് സംസാരിച്ചതും ഒരു പെങ്കൊച്ചിന്റെ കാര്യം ആയതുകൊണ്ടാ. പിന്നെ MLA എന്ന് പറഞ്ഞ് താൻ എന്റെ അങ്ങോട്ട് ഉണ്ടാക്കാൻ നോക്കണ്ട. മക്കളെ വളർത്തുമ്പോളെ മര്യാദക്ക് വളർത്തണം. അതല്ലെങ്കിൽ പോലീസുകാർ ഇതുപോലെ കയറി നേരെങ്ങും. അധികം താമസിയാതെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവനിതിൽ പങ്കിടെന്നറിഞ്ഞ ഞാൻ മാത്രമല്ല, വേറെ ആളുകളുണ്ട് പുറകെ. പൊടി പോലും കിട്ടില്ല നിനക്ക് അവന്റെ. ആ, പിന്നൊരു കാര്യം, ഇനി എങ്ങാനും നിന്റെ MLA എന്റെ ഫോണിലേക്ക് എങ്ങാനും കോൾ ചെയ്താ ആദ്യം പിടിച്ചിരുന്നത് തന്തേനും തള്ളേനായിരിക്കും. മനസ്സിലായ? അവന്റെ ഒരു MLA